2019 ശബരിമലയിൽ ഈ മോഷണങ്ങൾ നടന്നത്. അന്ന് സോണിയാഗാന്ധി കേവലം ഒരു MP മാത്രമാണ്. സോണിയാഗാന്ധി കേരളത്തിലെ ദേവസ്വം ഭരിക്കുകയല്ല. സോണിയാഗാന്ധിയുടെ പ്രതിനിധികളല്ല ദേവസ്വത്തിലെ ഭരണാധികാരികൾ, ഉദ്യോഗസ്ഥർ. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി അവിടെ ഫോട്ടോ എടുത്തതുകൊണ്ട് സോണിയാഗാന്ധിക്ക് എന്താവാനാണ്? സോണിയാഗാന്ധിയുടെ കൂടെ ഫോട്ടോ ഉണ്ട് എന്ന് വെച്ചിട്ട് ഈ മോഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കോ ആരോപണമോ അവിടേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതിൽ വല്ല കഥയുണ്ടോ? ശ്രീ അഭിലാഷേ, ഒരു ഷോക്കേസിനകത്തൊരു കത്തി ഇരുന്നാൽ ആ കത്തി ഒരു കുറ്റവാളിയല്ല. നേരെ മറിച്ച് ആ കത്തി ഒരു തൊണ്ടി മുതലായിട്ട് കണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കത്തി ഒരു പ്രധാനപ്പെട്ട ആ സംഭവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിയാണ് കത്തി. അതുപോലെയാണ് ഇവിടെ ചിത്രങ്ങളെക്കുറിച്ച് പറയുന്നത്. കേവലമായ ഒരു ചിത്രം ഒരു എയർപോർട്ടിൽ വെച്ചൊരു സെൽഫി എടുക്കുന്നു, തടസ്സമുള്ള കാര്യമല്ല. ശ്രീ അഭിലാഷ് മോഹനെ കാണാൻ ഞാൻ വരുന്നു, ഏതെങ്കിലും കാര്യം പറയാൻ വേണ്ടി ഞാൻ വരുന്നു, ഞാൻ നാളെ ഒരു പെശക് കാണിച്ചാലും ശ്രീ അഭിലാഷ് മോഹൻ ഉത്തരവാദിയല്ല. നേരെ മറിച്ച് ഇവിടെ ഒരു കൊടും കുറ്റവാളി, അദ്ദേഹം സാധാരണഗതിയിൽ ചെന്നെത്തപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്ത് ചെന്നെത്തുക, അങ്ങനെ ചെന്നെത്തുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അകമ്പടി ഉണ്ടാകുക, ടൈറ്റ് സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലത്ത് കയറുക, ഒരിക്കലും സോണിയാഗാന്ധിയെ സ്പർശിക്കാൻ സാധാരണഗതിയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പോലും അവകാശമില്ല. അവരുടെ കയ്യിൽ സ്പർശിക്കാനോ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തേക്കാം. അവരുടെ കൈ പിടിച്ച് ഒരു ചരട് കെട്ടുക, അല്ലെങ്കിൽ എന്തോ കെട്ടുക, കെട്ടുന്നതിൻ്റെ വ്യക്തത നമുക്കില്ല. പക്ഷെ അത് മനസ്സിലാവുന്നത് അവർ രോഗിയായിട്ടിരിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവർക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജിച്ച, അതിൻ്റെ സാങ്കേതികത്വം പറയാൻ എനിക്കറിയില്ല, പൂജിച്ച കാപ്പ് കെട്ടെന്നോ അല്ലെങ്കിൽ രാഖി കെട്ടോ അങ്ങനെയുള്ള എന്തോ, അല്ലെങ്കിൽ ചരട് കെട്ടെന്നൊക്കെ നാട്ടും പുറത്ത് പറയും. അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം കിട്ടാൻ വേണ്ടിയുള്ള ഒരു നേർച്ചയുടെ ഭാഗമായിട്ടാണ്. എന്നിട്ട് ഇത് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള സോണിയാഗാന്ധിയുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരാണ്. അവർ പാർലമെന്റ് അംഗങ്ങളാണ്, ഉത്തരവാദിത്വപ്പെട്ട നേതൃത്വത്തിൽപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ടായത് ഇപ്പോൾ ഈ 2019 അത് ശരിയാണ്, അതിന് മുമ്പാണ്. അപ്പോൾ അത്രയും ബന്ധം അദ്ദേഹത്തിന് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ടില്ല. അതായത് CPM-ഉമായിട്ടോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ടോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയും ബന്ധമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ ഒരു പബ്ലിക് ഫംഗ്ഷൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തോടുള്ള ചിത്രം വരുന്നത്. മറ്റൊരു സംഭാവന കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ആംബുലൻസ് കൈമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ CM-ൻ്റെ കൂടെയുള്ള ചിത്രം വരുന്നത്. പക്ഷേ സോണിയാഗാന്ധിയുടെ ചിത്രം അങ്ങനെ വഴി വെച്ചെടുത്ത ചിത്രമല്ല. അപ്പോൾ അത്രയും വലിയ ബന്ധം കോൺഗ്രസുമായിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ്. ഇതാണ് കഥയുടെ ഒന്നാമത്തെ ഭാഗം. ഇനി കഥയുടെ രണ്ടാമത്തെ ഭാഗം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അയ്യപ്പ സംഗമത്തിന് മുമ്പായിട്ട് തൻ്റെ ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം കാണുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നാണ്, സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് അത് കണ്ടെടുക്കുന്നത്. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇടതുപക്ഷവുമായിട്ട് ബന്ധമുള്ള ആളായിട്ട് ചിത്രീകരിക്കാനാണ് ഇവിടെ കോൺഗ്രസിൻ്റെയും BJP-യുടെ നേതൃത്വം പരിശ്രമിച്ചത്. അതിന് മറുപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്, ഇത് ഇടതുപക്ഷമായിട്ടല്ല, അയാൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധം ഉണ്ടെങ്കിൽ ഉള്ളത് ഇടതുപക്ഷമായിട്ടല്ല, മറിച്ച് കോൺഗ്രസ് നേതൃത്വമാണ്. അതിൻ്റെ ഏറ്റവും ഉത്തുംഗത ആണ് സാക്ഷാൽ സോണിയാഗാന്ധിയുടെ അടുത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വലതുപക്ഷം വിശ്വാസത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ്. നേരത്തെ നിലയ്ക്കൽ സംഭവം ഇവിടെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ അന്നേരം ചർച്ചയിലില്ല. നിലയ്ക്കൽ സംഭവത്തിൽ BJP കേരളത്തിൽ വേരുപിടിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നിലയ്ക്കൽ സംഭവമാണ്. ബാബറി മസ്ജിദ് ദേശീയ തലത്തിൽ BJP വേരുപിടിക്കാൻ ഉപയോഗപ്പെടുത്തിയതുപോലെ കേരളത്തിൽ അവർ ഉപയോഗപ്പെടുത്തുന്ന നിലയ്ക്കൽ സംഭവമാണ്. ആ നിലയ്ക്കൽ സംഭവത്തിലാണ് ഇന്നിപ്പോൾ ശബരിമലയിൽ ചെന്ന് അയ്യപ്പ സംഗമം നടത്തിയ, രണ്ടാം അയ്യപ്പ സംഗമം എന്ന പേരിൽ BJP നടത്തിയ, അല്ലെങ്കിൽ RSS നടത്തിയ ആ അയ്യപ്പ സംഗമത്തിൽ വിളിച്ചുകൊണ്ട് വന്ന് പ്രസംഗിപ്പിച്ച ചെങ്കോട്ടുകോണം സ്വാമി പരമ്പരയിൽപ്പെട്ട ആൾ തന്നെയാണ് അന്ന് നിലയ്ക്കൽ വന്ന് അയ്യപ്പൻ്റെ പൂങ്കാവനമാണ്, അന്ന് മുസ്ലിമുമായിട്ടല്ല, മറ്റ് സമുദായമായിട്ടല്ല, ക്രിസ്ത്യൻ സമുദായമായിട്ടുള്ള സമരമാണ്. നിലയ്ക്കൽ കുരിശ് കണ്ടു, ഈ കുരിശ് ഇവിടെ വെക്കാൻ പാടില്ല, ഇത് അയ്യപ്പൻ്റെ പൂങ്കാവനമാണ് എന്ന് പറഞ്ഞു. അതേ പരമ്പരയിൽപ്പെട്ട ആൾ അദ്ദേഹം തന്നെയാണോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. ഇപ്പോൾ വന്നിട്ടാണ് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞത് വാവരുമായിട്ട് അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിന് ബന്ധമൊന്നുമില്ല, ഇത് മതനിരപേക്ഷ ഒരു കേന്ദ്രമല്ല, ഇത് യഥാർത്ഥത്തിൽ ഹിന്ദു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആരാധനാലയമാണ് എന്ന് പറഞ്ഞ് വർഗീയത ഉപയോഗപ്പെടുത്താൻ പരിശ്രമിച്ചതും, അങ്ങനെ വിശ്വാസത്തെ കച്ചവടവൽക്കരിക്കുക എന്നുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ശബരിമലയിലെ കൊള്ള.